നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതികളെക്കുറിച്ചാണ്. അതായത് ഗാന്ധിയൻ പഠനം എന്ന ടോപ്പിക്കിൽ നിന്നാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ചിന്തകളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ പോകേണ്ടത് ഗാന്ധിജി വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു നിർവചനം തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയേ. അതായത് കുട്ടികളുടെയും മുതിർന്നവരുടെയും ഉള്ളിലുള്ള ഏറ്റവും ഉത്തമമായ ആശയങ്ങളുടെ സമഗ്രമായ വികാസമാണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയുടെ സമ്പൂർണ്ണ വളർച്ച. ഇത് പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കേൾക്കുമ്പോൾ ഇത് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടുള്ള ഒരു നിർവചനമാണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നേരെ നിങ്ങൾ നോക്കി, ഫീനിക്സ് സെറ്റിൽമെൻറ്റും ടോൾസ്റ്റോയ് ഫാമും അവിടെ പറഞ്ഞിരിക്കുന്നു. ഫീനിക്സ് സെറ്റിൽമെൻറ്റ്, ടോൾസ്റ്റോയ് ഫാം രണ്ടിൻ്റെയും വർഷം നമ്മൾ പഠിക്കണം. കാരണം കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിനോ മറ്റോ ഇത് ചേരുമ്പടി ചേർക്കുന്ന ഭാഗത്ത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫീനിക്സ് സെറ്റിൽമെൻറ്റ് 1904, ടോൾസ്റ്റോയ് ഫാം 1910. നോക്ക്, ഫീനിക്സ് സെറ്റിൽമെൻറ്റ് വർഷം എന്നിട്ടല്ലേ ഫീനിക്സ് എഫിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. 4, ആ ഒരു 4 എടുത്താൽ 1904 നിങ്ങൾക്ക് കിട്ടത്തില്ലേ, 1904 കിട്ടൂലേ. ഇനി ടോൾസ്റ്റോയ് ഫാം ടി അല്ലേ, ടോൾസ്റ്റോയ് 10, 1910. ഓക്കെ അല്ലേ. അടുത്തത് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതി അറിയപ്പെട്ടിരുന്ന പേരാണ് നൈം താലിബ് പദ്ധതി. കേക്ക്, വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ഏത് വർഷമാണ് ആരംഭിച്ചത്? 1937. വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച വർഷം 1937. ഇനി പഠിക്കണം വാർത്തയിലെ മാർവാരി ഹൈസ്കൂള്. ആ മാർവാരി ഹൈസ്കൂളിൽ വെച്ചിട്ട് ഒരു ദേശീയ വിദ്യാഭ്യാസ സമ്മേളനം നടക്കുകയാണ്. ആ ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിലാണ് വാർത്താ പദ്ധതി അവതരിപ്പിക്കുന്നത്. ഇനി ഈ മാർവാരി എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആര്, സെക്രട്ടറി ആര് എന്ന് നമുക്ക് നോക്കണം. പഠിച്ച പ്രസിഡന്റ് ജംനലാൽ ബജാജും സെക്രട്ടറി ശ്രീമൻ നാരായണനുമാണ്. ഒരിക്കൽ കൂടി, മാർവാരി എഡ്യൂക്കേഷൻ സൊസൈറ്റി, അതിൻ്റെ പ്രസിഡന്റ് ജംനലാൽ ബജാജും സെക്രട്ടറി ശ്രീമൻ നാരായണനുമാണ് എന്ന് ഓർത്തു വയ്ക്കണം. ഇനി ഈ സൊസൈറ്റി ഒരു സ്കൂൾ നടത്തി വന്നു. ആ സ്കൂളിൻ്റെ പേര് നവഭാരതം എന്നാണ്. സ്കൂളിൻ്റെ പേര് ഏതാണ്? നവഭാരതം. ഈ നവഭാരതം സ്കൂളാണ് വാർത്താ പദ്ധതിയുടെ ഒരു പരീക്ഷണശാലയായി മാറിയത് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി ഈ നവഭാരതം എന്ന് പറയുന്ന സ്കൂളിലെ പ്രിൻസിപ്പളിനെ നമ്മളൊന്ന് പഠിക്കണം. ആര്യനായകം. ആരാണ്? ആര്യനായകം. ഇത്രയും പോയിന്റ് കിട്ടിയോ? അപ്പം ജംനലാൽ ബജാജ്, ശ്രീമൻ നാരായണൻ കണക്ട് ചെയ്തേ. മാർവാരി എഡ്യൂക്കേഷണൽ സൊസൈറ്റി, അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ജംനലാൽ ബജാജെങ്കിൽ സെക്രട്ടറി ശ്രീമൻ നാരായണൻ. ഓക്കെ ആണോ? ഇനി നോക്ക്, ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ പത്രമായ ഹരിജനിലൂടെയാണ്. അല്ലെ, ഗാന്ധിജിയുടെ പത്രമല്ലേ ഹരിജൻ. ഗാന്ധിജിയുടെ മറ്റു പത്രങ്ങളുണ്ടല്ലോ, പേര് നിങ്ങളുടെ മനസ്സിൽ വന്നോ? ഏതൊക്കെയാണ്? യങ് ഇന്ത്യ ആരുടെ പത്രമാണ്? ഗാന്ധിജിയുടെ പത്രമാണ്. ഹരിജൻ നമ്മൾ കണ്ടു. ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയുടെ പത്രമല്ലേ. നവജീവൻ ആരുടെ പത്രമാ? ഗാന്ധിജിയുടെ പത്രമാണ്. ജസ്റ്റ് ഓർത്തു വെച്ചോ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഗാന്ധിജി തൻ്റെ പുരോഗമനമായ വിദ്യാഭ്യാസ ആശയങ്ങൾ വിപുലമായി പ്രചരിപ്പിച്ച പത്രം ഏത്? അത് ഹരിജനാണ്. ഏതാണ്? ഹരിജൻ. ഓക്കെ ആണോ? ഇനി 1937 വാർത്തയിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ വിദ്യാഭ്യാസ സമ്മേളനം, അതിന് അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ്. അല്ലെങ്കിൽ 1937 ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ വാർത്തയിൽ ഒരു അഖിലേന്ത്യാ വിദ്യാഭ്യാസ സമ്മേളനം നടക്കുന്നു. ദെൻ അടുത്തൊരു സെൻറ്റൻസ് പഠിച്ചേ. വിദ്യാഭ്യാസം കേവലം സാക്ഷരത മാത്രമല്ല, അത് ജീവിതത്തിനുതകുന്ന വിദ്യാഭ്യാസം ആയിരിക്കണം എന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ സമ്മേളനത്തിൽ വെച്ച് പ്രസ്താവിക്കുന്നു. ക്ലിയർ ആണോ? ഇനി വാർത്താ പദ്ധതിയുടെ ശുപാർശ എന്ന് തിരുത്തി പഠിച്ചോണേ. വാർത്താ സമ്മേളനത്തിൻ്റെ ശുപാർശകൾ: 1. സാർവത്രിക വിദ്യാഭ്യാസം, അതായത് 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കണം എന്ന് വാർത്താ സമ്മേളനം ശുപാർശ ചെയ്തു. നിലവിലിത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്ന ഒരു മൗലിക അവകാശമല്ലേ. ഏതാ അനുച്ഛേദം? ഒന്ന് ഓർത്ത് നോക്ക്. നിങ്ങളുടെ മനസ്സിൽ വന്ന അനുച്ഛേദം 21A ആണ്. 21A അല്ലേ? 21A ആണ്. നമ്മൾ കണ്ടതാണ്. 45-ാം അനുച്ഛേദം ഭേദഗതി ചെയ്തുകൊണ്ടാണ് 21A എന്ന് പറയുന്ന
അനുച്ഛേദം അവിടെ കൂട്ടിച്ചേർത്തത്. 21A സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്? നിങ്ങൾ നോർത്തെ 86 അല്ലേ? 86-ാം ഭരണഘടനാ ഭേദഗതി ഏത് വർഷമാണ്? 2002. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ശുപാർശ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, നമ്മൾ 21A പറയുന്നത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയാണ്. ഇവിടെ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം. ദെൻ ബോധന മാധ്യമം. ഗാന്ധിജി ഈ വാർത്താ സമ്മേളനത്തിൽ ശുപാർശ ചെയ്തത് ബോധന മാധ്യമം എങ്ങനെയായിരിക്കണം? മാതൃഭാഷയായിരിക്കണം. ദെൻ കൈത്തൊഴിൽ വിദ്യാഭ്യാസം. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിനൊപ്പം ഏതെങ്കിലും ഒരു ഉൽപാദനക്ഷമമായ കൈത്തൊഴിൽ കൂടി പഠിപ്പിക്കണം എന്ന് ആര് പറയുന്നു? ഗാന്ധിജി പറയുന്നു. ദെൻ സ്വയം പര്യാപ്തത. എന്താണ് സ്വയം പര്യാപ്തത? മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക. ഇവരുടെ പഠന ചെലവുകൾക്ക് ഈ കൈത്തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗപ്പെടുത്തണമെന്നും ആര് പറയുന്നു? വാർത്താ സമ്മേളനം പറയുന്നു. ക്ലിയർ ആണോ? ഇനി 1938 ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നു. ഗാന്ധിജിയുടെ ഈ വിദ്യാഭ്യാസ പദ്ധതിയെപ്പറ്റി പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നു. അതിൻ്റെ അധ്യക്ഷൻ ആര്? ഇതും ഒരു PYQ ആണ്. 1938 ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതിയെപ്പറ്റി പഠിക്കാൻ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ സക്കീർ ഹുസൈനാണ്. ആരാണ്? സക്കീർ ഹുസൈൻ. ഇതിൽ 8 അംഗങ്ങളുണ്ടായിരുന്നു. 8 അംഗങ്ങളുള്ള ഈ കമ്മിറ്റി 1938 തന്നെ പഠന റിപ്പോർട്ട് സമർപ്പിച്ചു. ഇനി ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന മറ്റു പ്രധാനപ്പെട്ട ചില വ്യക്തികളെ നമ്മൾ നോക്കുകയാണ്. അധ്യക്ഷൻ്റെ പേര് ക്ലിയറായി പഠിച്ചേ, സക്കീർ ഹുസൈൻ. മറ്റംഗങ്ങൾ വിനോബ ഭാവ, ഒരാളാണ് വിനോബ ഭാവ. ദെൻ JC കുമരപ്പ. എവിടെയാണേ നിങ്ങൾ JC കുമരപ്പയെ പഠിച്ചത്? JC കുമരപ്പ ഗാന്ധിയൻ ഇക്കണോമിക്സിൻ്റെ പിതാവ് JC കുമരപ്പ. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി ആദ്യത്താളാര വിനോബ ഭാവ. ദെൻ കിഷോരിലാൽ, ആ പേരെന്നോർത്തെ, കിഷോരിലാൽ. ദെൻ പ്രൊഫസർ KT ഷാ. അതുപോലെ ആര്യനായികത്തെ നമ്മൾ നേരത്തെ കണ്ടു, നവഭാരതം സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്ന വ്യക്തി. ദെൻ പ്രൊഫസർ KG സെയ്ദൈൻ എന്നിവർ ഈ കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു. അധ്യക്ഷൻ പഠിക്ക് ഉറപ്പിക്ക് സക്കീർ ഹുസൈൻ. ഓക്കെ ആണോ? ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സിറ്റി കമ്മീഷനാണ്. യൂണിവേഴ്സിറ്റി കമ്മീഷൻ 1948. യൂണിവേഴ്സിറ്റി കമ്മീഷൻ്റെ പ്രത്യേകത സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരുന്നു യൂണിവേഴ്സിറ്റി കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? അത് യൂണിവേഴ്സിറ്റി കമ്മീഷനാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഈ യൂണിവേഴ്സിറ്റി കമ്മീഷൻ്റെ അധ്യക്ഷൻ ഡോക്ടർ S രാധാകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നുകൂടി എന്തറിയപ്പെടുന്നു? യൂണിവേഴ്സിറ്റി കമ്മീഷൻ അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ? 1948 നിയമിച്ച ഈ കമ്മീഷൻ 1949 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഇനി ഈ കമ്മീഷൻ്റെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണ്? 1. വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണത്തിന് കൂടുതൽ മുൻതൂക്കം നൽകേണ്ടതാണ്. ദെൻ ഹൈസ്കൂൾ തലം മുതൽ പ്രായോഗിക തൊഴിൽ പരിശീലനം ഏർപ്പെടുത്തണം. ദെൻ ഗ്രാമീണ മേഖലയിൽ പുതിയ ഗ്രാമീണ സർവകലാശാലകൾ സ്ഥാപിക്കണം. ഇതൊക്കെ ആരുടെ നിർദ്ദേശമായിരുന്നു? യൂണിവേഴ്സിറ്റി കമ്മീഷൻ്റെ നിർദ്ദേശമായിരുന്നു. അതുപോലെ ഈ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനും നിലവിൽ വരുന്നത്. ഇത്രയും കാര്യം ഓക്കെയാണോ? അടുത്ത കമ്മീഷൻ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മുതലിയാർ കമ്മീഷൻ. ഇതിൻ്റെ ചെയർമാൻ മുതലിയാർ ആയിരുന്നു. ലക്ഷ്മണസ്വാമി മുതലിയാർ ആയിരുന്നു ഈ കമ്മീഷൻ്റെ ചെയർമാൻ. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷനെ നമ്മൾ മുതലിയാർ കമ്മീഷൻ എന്നുകൂടി അറിയപ്പെടുന്നു. ഇനി ഇവരുടെ ശുപാർശകൾ എന്തൊക്കെയാണ്? ഇവരുടെ ശുപാർശകൾ ബോധന മാധ്യമം നിർബന്ധമായും മാതൃഭാഷയിലായിരിക്കണം. ഇത് ഗാന്ധിജി പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ഇവിടെ ബോധന മാധ്യമം എന്തായിരിക്കണം? മാതൃഭാഷയായിരിക്കണം. ഇനി സെക്കൻഡറി പാഠ്യപദ്ധതി കൂടുതൽ വൈവിധ്യമുള്ളതാക്കണം. മനസ്സിലായ? ഇനി വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ കൗൺസിലിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തണം. ഇതൊക്കെ ആരുടെ പ്രധാനപ്പെട്ട ശുപാർശകളായിരുന്നു? സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ അല്ലെങ്കിൽ
ലക്ഷ്മണസ്വാമി മുതലിയാർ, അതായത് മുതലിയാർ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളായിരുന്നു. ദെൻ കോത്താരി കമ്മീഷൻ 1964 കോത്താരി കമ്മീഷൻ നിയമിക്കുന്നത്. കോത്താരി കമ്മീഷൻ അറിയപ്പെടുന്ന പേര് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുകൂടി അറിയപ്പെടുന്നത് ഏത് കമ്മീഷനെയാണ്? കോത്താരി കമ്മീഷനെയാണ്. പ്രവൃത്തി പരിചയം, ശാസ്ത്ര വിദ്യാഭ്യാസം, ത്രിഭാഷാ പദ്ധതിയൊക്കെ കോത്താരി കമ്മീഷൻ്റെ പ്രധാന ശുപാർശയാണ്. അതിനകത്ത് നിങ്ങൾ ആ ത്രിഭാഷാ പദ്ധതി ഒന്ന് ഓർത്തേ. ഇന്ത്യയിൽ ത്രിഭാഷാ പദ്ധതി ശുപാർശ ചെയ്തത് കോത്താരി കമ്മീഷനാണ്. ഇനി 1968 ദേശീയ വിദ്യാഭ്യാസ നയം ഏത് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നത്? 1968 ആരായിരിക്കും? ഇന്ദിരാഗാന്ധിയാണ്. മനസ്സിലായി? ഇന്ദിരാഗാന്ധിയാണ്. ഭരണഘടന അനുശാസിക്കുന്ന സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം ലക്ഷ്യം വിട്ടു ആര്? ഈ ദേശീയ വിദ്യാഭ്യാസ നയം 1968. ഇനി ഈശ്വർഭായ് പട്ടേൽ കമ്മിറ്റി 1977 സെക്കൻഡറി സ്കൂൾ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിയ ഒരു സമിതിയാണ് ഏതെന്ന് പറയുന്നത്? ഈശ്വരഭായ് പട്ടേൽ കമ്മിറ്റി. അതിൻ്റെ വർഷം ഒന്ന് പഠിച്ചേ, 1977. 1977. ഇത്രയും ഓക്കെയാണോ? തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇത്രയും പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.